പണ്ടൊരാൾ ഒരു സർക്കസ് കൂടാരത്തിലേക്ക് പോയി. അവിടെ സർക്കസ് കൂടാരത്തിൻ്റെ പുറമെ ഒന്ന് വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം കണ്ടത് കുറേയധികം ആനകൾ. അവയെ മുൻകാലിൽ ഒരു ചെറിയ കയർ മാത്രം കെട്ടിയിട്ട് മറ്റൊരു ചെയറിൽ അതല്ലെങ്കിൽ ഒരു ചെറിയ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടു. ഒരു ചെറിയ കയർ മാത്രമേ ഈ ആനകളെ തളയ്ക്കാൻ അവരുപയോഗിച്ചിരുന്നുള്ളൂ. ഇത് കണ്ട അദ്ദേഹം ഒന്ന് സ്തബ്ധനായിപ്പോയി. ഈ ആനകൾക്ക് നല്ല ബലശാലികളാണ്, നല്ല ശക്തിയുള്ളവരാണ്. ഇവർക്ക് വേണമെങ്കിൽ ഒരു വരിയിൽ ആ കയർ പൊട്ടിച്ച് ഈ ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെടാം. പക്ഷേ ഈ ആനകൾ അത് ചെയ്യുന്നില്ല. അവർ അവിടെ നിന്ന് ആ കയറിൻ്റെ തടങ്കലിൽ അവർ കഴിയുകയാണ്. ഇത് കണ്ട അദ്ദേഹം അവിടെയുള്ള ട്രെയിനറോട് ചോദിച്ചു, ആ ആനകളുടെ പരിശീലകരോട് ചോദിച്ചു, ഇതെന്താണ് ഈ ആനകൾ ഇങ്ങനെ നിൽക്കുന്നത്? ആ പരിശീലകൻ പറഞ്ഞു, ഈ ആനകൾ ഞങ്ങളുടെ അടുത്ത് വന്നു പെട്ടത് വളരെ ചെറുപ്പത്തിലാണ്, ചെറിയ കുട്ടികളായിരിക്കുമ്പോഴാണ്. ആ സമയത്ത് ഈ ആനകളെ ഞങ്ങൾ പരിശീലിപ്പിച്ചിരുന്നത് ഇതേ രീതിയിലാണ്. ഈ ചെറിയ കയറിൽ അവരെ കെട്ടിയിട്ട് അങ്ങനെയാണ് ഇവർക്ക് ഞങ്ങൾ പരിശീലനം കൊടുത്തിരുന്നത്. അങ്ങനെ അവർ ശീലിച്ചു പോയി. ഇവർ വലുതായപ്പോഴും ഞങ്ങൾക്ക് ആ ചെറിയ കയർ മതിയായിരുന്നു ഇവരെ തളച്ചു നിർത്തുവാൻ. ഇവർക്ക് കൃത്യമായി ഐഡിയയുണ്ട്. ഇവർ മനസ്സിലാക്കുന്നത് ഈ ചെറിയ കയർ മതി ഞങ്ങളെ തളയ്ക്കുവാൻ. ഈ കയർ കെട്ടിയെടുക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റുകയില്ല എന്ന ഒരു മാനസികമായ ചിന്ത അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കാറുമില്ല. ഇദ്ദേഹം, ഈ പോയ വ്യക്തി ആലോചിച്ചു, ഈ ആനകൾക്ക് എങ്ങനെയാണ് ഇതുപോലെ ചിന്തിക്കാൻ കഴിയുന്നത്? അവർക്ക് ഏതു നേരം വേണമെങ്കിലും ഈ കയർ പൊട്ടിച്ച് രക്ഷപ്പെടാം. പക്ഷേ അവർ അങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചെയ്യുവാനുള്ള താല്പര്യം അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അവർക്ക് സ്വതന്ത്രരാവണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നില്ല. അങ്ങനെ വന്നാൽ തന്നെയും എൻ്റെ കാലുകൾ കെട്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് സ്വതന്ത്രനാവാൻ പറ്റില്ല എന്ന ചിന്ത അവർ മതിക്കുന്നു. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരാളെ തളച്ചിട്ടിരിക്കുന്നത് അവരുടെ ഫാൾസ് ബിലീവ്സ്, വളരെ തെറ്റായ ചിന്തകളും തെറ്റായ അറിവുകളുമാണ് എന്നർത്ഥം. ഈ പറയുന്ന പ്രക്രിയയെ സൈക്കോളജിയിൽ കണ്ടീഷനിങ് എന്ന് പറയും. നമ്മളെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിയുന്നു. അങ്ങനെ പതിയുന്ന ആ എക്സ്പീരിയൻസിൻ്റെ തടവുകാരായി, ആ എക്സ്പീരിയൻസിൻ്റെ അടിമകളായി നമ്മൾ മാറുന്നു എന്നർത്ഥം. ആ എക്സ്പീരിയൻസിൽ നിന്നും, ആ തടവറയിൽ നിന്നും പുറത്തേക്ക് വരാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ചിലപ്പോൾ ശ്രമിക്കുമ്പോൾ നമുക്ക് വളരെയധികം മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വരുന്നു. ആ മാനസിക സമ്മർദ്ദത്തെ ഓവർകം ചെയ്ത് ആ ചെറിയ തടവറയിൽ നിന്നും, നമുക്ക് രക്ഷപ്പെടാൻ പറ്റാവുന്ന ആ തടവറയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പ്രത്യേക കഴിവൊന്നും ആവശ്യമില്ല. ഒരു മാനസിക ദൃഢത മാത്രം മതി. നമ്മൾ വിചാരിച്ചാൽ ഒരല്പം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. കാരണം നമ്മൾ നമ്മുടെ തന്നെ ചിന്തകളുടെ തടവറയിലാണ്. നമ്മൾ നമ്മുടെ തന്നെ എക്സ്പീരിയൻസിൻ്റെ തടവറയിലാണ്. ആ തടവറയിൽ നിന്നും രക്ഷപ്പെടാൻ വളരെ എളുപ്പമാണ്. നമ്മളൊന്ന് വിചാരിച്ചാൽ മാത്രം മതിയാവും. ഈ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഈ ആസ്പെക്റ്റിനെ നമുക്ക് കണ്ടീഷനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ തീർച്ചയായും നടക്കും. കാരണം ആ കയർ ചെറിയ ഒരു കയറാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ തടവറകൾ വളരെ ചെറിയ ഒരു തടവറയാണ്. നമ്മൾ ഒന്ന് വിചാരിച്ചാൽ, ഒന്ന് ആഞ്ഞു പിടിച്ചാൽ, നല്ല രീതിയിൽ ശ്രമിച്ചാൽ നമുക്ക് എല്ലാവർക്കും അതിൽ നിന്നും പുറത്തേക്ക് വരുവാൻ സാധ്യമാണ്. നമ്മുടെ ചിന്തകളുടെ തടവറയിൽ നിന്നും, നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ തടവറയിൽ നിന്നും നമ്മൾ രക്ഷപ്പെടേണ്ടത് നമ്മുടെ ഭാവിക്ക് വളരെയധികം അത്യന്താപേക്ഷിതമാണ്, നല്ല ഗുണകരവുമാണ്. നമസ്കാരം.